ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞങ്ങൾ സദ്യ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കൊഞ്ച് റോസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കോവളം ബീച്ചിലേക്കാട്ടോ. അതിനായിട്ട് റോട്ടിൽ വണ്ടി നിർത്തി നമ്മൾ കുറച്ച് താഴേക്ക് നടക്കണം കേട്ടോ. ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗി, നല്ല കാഴ്ചയാട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ 4 ഭാഗം കടലായതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ, അങ്ങനെ ഫോറിനേഴ്സിന് ആവശ്യമായ എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റിക്ക് ജ്വല്ലറീസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതിനായിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയുർവേദ ചികിത്സ ചെയ്യുന്ന റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് പോകണം. കുറച്ച് നടക്കാനുണ്ട്. ചെറിയ റോഡായതുകൊണ്ട് തന്നെ അവിടേക്ക് വണ്ടി ഇറങ്ങിയാൽ കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മേലെ നിർത്തിയിട്ട് താഴോട്ട് നടക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലൊക്കെ ചെടികളുടെ വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. നമ്മുടെ ആകാശമുല്ലയാണത്. ഇത് ബോഗൺവില്ല. നല്ല പോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗാർഡനൊക്കെ ഇവിടെ. പിന്നെ ഇത് നമ്മളെ അരളിച്ചെടിയാണെന്ന് തോന്നുന്നുണ്ട്. നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കവാടം പോലെ ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കടൽ നേരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയതൊന്നുമില്ല. ഇതാ ഈ കാണുന്നതൊക്കെ റിസോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലായിട്ട് കടലും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിലെത്തി. അപ്പം ഇതാണ് അവിടുത്തെ കാഴ്ച. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴാണ് ഒരു ആൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടോ. നല്ല ഭംഗിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് പോയി നിന്നിട്ടോ. അപ്പോൾ പിന്നെ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഇത് കാരണം ലൈറ്റ് ഹൗസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസമായിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ബായൊക്കെ പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ ഇതാ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് കടലിൽ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കേട്ടോ 2 ആളുകൾ കുറേ ദൂരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലിൻ്റെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണ്. അവർക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ടാവും അങ്ങോട്ടൊക്കെ പോയത്. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. നമ്മൾ ലൈറ്റ് ഹൗസിലും കൂടി പോകണം വിചാരിച്ചിട്ട് വന്നതാട്ടോ, പക്ഷേ സാധിച്ചില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വന്നത് സൂവിലേക്കാട്ടോ. ട്രിവാൻഡ്രം സൂവിലേക്കാണ്. അവിടെ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഓരോരോ കാഴ്ചകൾ കാണാം കേട്ടോ. പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് എന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയാലോ. അങ്ങനെ ഇതാണ് നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിട്ടോ. ഇരുമ്പിൻ്റെ നെറ്റ് കൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിട്ടാണ് മൃഗങ്ങൾ വരുന്നത്. അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ മൃഗങ്ങളുടെ പേരും അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റം മരങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാനിവിടെ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഞങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 മണിയായപ്പോഴാണ് സൂവിലെത്തിയത്. 6:15 വരെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കിന് പെട്ടെന്ന് എല്ലായിടും കണ്ട് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. പക്ഷെ എല്ലാം കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോകേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാഴ്ചകളും കാണാം കേട്ടോ. പിന്നെ പരമാവധി ഞാൻ സൂം ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദൂരമായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലിയറും കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓരോ സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയിട്ട് എല്ലായിടും കവർ ചെയ്യുക കേട്ടോ ചെയ്തത്. കുരങ്ങുകൾ തന്നെ ഒരു 2-3-4 ഐറ്റം ഉണ്ട് കേട്ടോ. പല ഐറ്റത്തിലുള്ള കുരങ്ങുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ഇടയിലൊക്കെ ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഫുള്ളായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. ചില കൂട്ടിലൊന്നും പക്ഷികളൊന്നും കാണാനേ ഇല്ല കേട്ടോ. അവർ എവിടെയും പോയി ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയ ഐറ്റംസൊക്കെ എത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊന്ന് കൺകുളിർക്ക കാണാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുക കാരണം ശരിക്കൊന്നും കാണാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അതിലൂടെ നമുക്കും കാണാമല്ലോ. അങ്ങനെ നമ്മൾ ഒരുപാട് തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കടുവ, പുലി, മാന്, പുള്ളിമാന്, അങ്ങനെ മാനിൻ്റെ തന്നെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മൂങ്ങയാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ മൂങ്ങയാണ്. എന്തായാലും നമ്മൾ 30 രൂപ കൊടുത്താലും അതിൻ്റെ 3 ഇരട്ടി പിന്നെ ആ കടന്നുറങ്ങുന്ന ആളെ ശ്രദ്ധിച്ചു. അത് നമ്മുടെ സിംഹാണ് കേട്ടോ. നല്ല ഉറക്കത്തിലാണ് ആള്. ഇവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നീക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എണീറ്റതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഇതൊക്കെ ഓരോ മരങ്ങളാണ്, അതിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
കേട്ടോ, നല്ല അടിപൊളി ഗാർഡനാണ്. അതിൻ്റേതായിട്ട് ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാ വീഡിയോയും പാടെ ഒന്നിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അത് മാത്രം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം സൂവിൻ്റെ ഉള്ളിലുള്ളത്. പരമാവധി എല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണേ.